السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على نبينا المصطفى محمد وعلى آله وصحابته أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അറഫ നോമ്പുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ്. അതായത് അറഫ ദിവസം ഇവിടെ ദുൽഹജ്ജ് 9 അതല്ല ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം നോക്കിയാണോ നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്ന ഒരാശയക്കുഴപ്പം ആളുകൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ്, എന്നാലും വീണ്ടും ആളുകൾ അത് കുത്തിപ്പൊക്കും. അതായത് അറഫ നോമ്പ് സ്വന്തം നാട്ടിൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ അതല്ല സൗദിയിൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നതാണ് ചർച്ചയുടെ മർമ്മം. എനിക്ക് പറയാനുള്ള മറുപടി, നമ്മൾ പണ്ടേ പറഞ്ഞു വരുന്നതും നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നമ്മൾ അറഫ നോമ്പെടുക്കേണ്ടത്. കാരണം നോമ്പും പെരുന്നാളും മറ്റെല്ലാ കർമ്മങ്ങൾക്കും നാം ആധാരമാക്കുന്നത് നമ്മുടെ നാട്ടിലെ മാസപ്പിറവിയാണ്. ഏത് കാലത്തുള്ള ആൾക്കും ഏത് സാധാരണക്കാരനും പ്രായോഗികമായ രീതി അതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാത്രമാണല്ലോ അറഫ ദിവസം എന്നാണ് മക്കയിൽ, എന്നാണ് ഹജ്ജ് തുടങ്ങുന്നത് എന്നെല്ലാം നമ്മൾ അറിയാൻ തുടങ്ങിയത് വാർത്താവിനിമയ സൗകര്യങ്ങൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. എന്നാൽ നമ്മുടെ മുൻഗാമികൾ, മൺമറഞ്ഞു പോയ മുൻഗാമികളൊക്കെ അവരൊക്കെ അറഫ നോമ്പെടുത്തത് നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9 മാസം മാറുക എന്നത് മനസ്സിലാക്കാൻ ഏതൊരു ആദിവാസിക്ക് പോലും സാധിക്കുന്ന കാര്യമാണ്. അത്രയും പ്രായോഗികമായ ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഈ പിറവി അനുസരിച്ചാണ് യൗമു അറഫയും യൗമു നഹറും ഒക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ നമുക്ക് നീങ്ങിപ്പോകും. ഇനി ഇത് അറഫ ദിവസം എന്ന് പറയുന്നത് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ്, അന്നാണ് നോമ്പെടുക്കേണ്ടത് എന്ന് പറയുന്ന ആളുകൾ അതിന് പറയുന്ന ചില ന്യായങ്ങൾ. ഒന്ന്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് സൗമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ് എന്നല്ലേ. അപ്പൊ അറഫ ദിനം എന്ന് പറയുന്നത് ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമല്ലേ? ഇതാണ് ചോദ്യം. ഹദീസിലെ വാചകം സൗമു യൗമി അറഫ എന്നത് തന്നെയാണ്, അത് ശരിയാണ്. പക്ഷെ അത് ദുൽഹജ്ജ് 9 പേരാണ്. ഇപ്പൊ യൗമു തർവിയ ദുൽഹജ്ജ് 8, യൗമു അറഫ ദുൽഹജ്ജ് 9, യൗമു നഹർ ദുൽഹജ്ജ് 10, അയ്യാമു തശ്രീഖ് ദുൽഹജ്ജ് 11, 12, 13. അതിൽ ഈ പറഞ്ഞ യൗമു തർവിയയും യൗമു നഹറും അയ്യാമു തശ്രീഖും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ഇവിടുത്തെ പിറവിന്റെ അടിസ്ഥാനത്തിൽ. യൗമു അറഫ മാത്രം അവിടുത്തത്, അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ യൗമു അറഫ എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാൾ യൗമു നഹർ അതിന്റെ തലേന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് പറയാറുള്ള ന്യായം, നമ്മൾ അറഫയിൽ നിൽക്കുന്ന ഹാജിമാരോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലല്ലേ ഈ നോമ്പിലൂടെ ചെയ്യുന്നത്. അപ്പൊ അത് അവർ അറഫയിൽ നിൽക്കുന്ന ആ സമയം തന്നെ വേണ്ടേ? ഇതാണ് മറ്റൊരു ന്യായം. പല സാധാരണക്കാരും ചോദിക്കുന്ന ചോദ്യമാണത്. ചില ആളുകൾ അതങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഐക്യദാർഢ്യത്തിന്റെ കഥ ആര് പറഞ്ഞതാ? അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? റസൂൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അറഫയിൽ നിൽക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണമെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല, ഇത് ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്കും പ്രായോഗികമാക്കാൻ പറ്റുമോ? ഇപ്പൊ സൗദി അറേബ്യയുടെ നേരെ ഓപ്പോസിറ്റുള്ള അമേരിക്കയിൽ ആ സമയത്ത് രാത്രിയായിരിക്കും. അപ്പൊ അമേരിക്കക്കാരെങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക? രാത്രി നോമ്പെടുക്കേണ്ടി വരില്ലേ? അപ്പൊ അത് പ്രായോഗികമായി ശരിയായ രീതിയല്ല അത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2.5 മണിക്കൂർ മുമ്പിലാണ്. ഇപ്പൊ പല യൂറോപ്യൻ രാജ്യങ്ങളും 4 മണിക്കൂർ മുമ്പിലാണ്. ഇപ്പോൾ അസറിനു ശേഷമാണ് പ്രധാന പ്രാർത്ഥനകൾക്കായി ഹാജിമാർ അറഫയിൽ ഒഴിഞ്ഞിരിക്കുന്നത്. കൈകൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അറഫയിലെ പ്രധാനപ്പെട്ട പീക്ക് ടൈം എന്ന് പറയുന്ന അപ്പോഴാണ്. പക്ഷെ അപ്പോഴേക്ക് നമ്മൾ നോമ്പ് തുറന്നില്ലേ? അവിടെ 4:30 ഇവിടെ 7 മണിയായില്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പൊ പിന്നെ എന്താ ഐക്യദാർഢ്യം അവിടെ നടക്കുക? മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാല്, ഈ അറഫയിൽ നിൽക്കാനുള്ള സമയം മഗ്രിബോട് അവസാനിക്കുന്നില്ല. അവിടുത്തെ മഗ്രിബോട് കൂടി ഭൂരിഭാഗം ഹാജിമാരും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വരുമെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് പകൽ അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് രാത്രിയും നിൽക്കാം. അപ്പൊ അറഫയിൽ നിൽക്കുന്ന സമയം യഥാർത്ഥത്തിൽ ദുൽഹജ്ജ് 10 ഫജ്ർ വരെ നീണ്ടു നിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നവർ അവർ രാത്രിയും പകലും 24 മണിക്കൂർ ഏതാണ്ട് നോമ്പെടുക്കേണ്ടി വരുമല്ലോ.
അപ്പൊ എങ്ങനെ ഐക്യദാർഢ്യം ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് അതൊന്നും ശരിയായ രീതിയല്ല. അതെല്ലാം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില വസുവാസികൾ മാത്രമാണ്. ഞാൻ അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീന്റെ 1-2 ഫത്വകൾ കൂടി വായിച്ചുകൊണ്ട് ഈ വോയിസ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവ വ റസായിൽ ഫളീലത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ എന്ന ഫതാവ സമാഹാരത്തിലെ 20ാമത്തെ മുജല്ലദ് അതിൽ 47ാമത്തെ പേജിൽ ഒരു ചോദ്യം, 405ാമത്തെ ചോദ്യമാണ്. ഇദഖ്തലഫ യൗമു അറഫ നതീജത്തൽ ഇഖ്തിലാഫിൽ മനാതിഖിൽ മുഖ്തലിഫ ഫി മതാലിഇൽ ഹിലാൽ ഫഹൽ നസൂമു തബഅ റുഅയത്തിൽ ബലദി അല്ലതി നഹ്നു ഫിഹാ അം നസൂമു തബഅ റുഅയത്തിൽ ഹറമൈൻ. ഷെയ്ഖിനോട് ചോദിക്കപ്പെട്ടു, അറഫ ദിവസം വ്യത്യാസമായി വന്നു, അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ഉദയചന്ദ്രന്റെ ഉദയസ്ഥാനങ്ങളിലുള്ള വ്യത്യാസത്തിന്റെ ഫലമായി അറഫ ദിവസം ഇവിടെയും ഹറമൈനിലും വ്യത്യാസമായിട്ട് വന്നു. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങളുള്ള നാട്ടിലെ റുഅയത്തിനെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കണോ? അതല്ല ഞങ്ങൾ ഹറമൈനിലുള്ള 2 ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിലെ ചന്ദ്രപ്പിറവി കണ്ടതിനനുസരിച്ച് അതിനെ പിൻപറ്റിക്കൊണ്ട് നോമ്പെടുക്കണം? എന്താണ് ചെയ്യേണ്ടത്? ഫഅജാബ ഫളീലത്തുഹു ബിഖൗലിഹി. ഷെയ്ഖിന്റെ മറുപടി എന്താ? ഹാദാ യുബ്ന അലാ ഇഖ്തിലാഫി അഹ്ലിൽ ഇൽമി ഹലിൽ ഹിലാലു വാഹിദുൻ ഫി ദുനിയ കുല്ലിഹാ അം ഹു യഖ്തലിഫു ബിഖ്തിലാഫിൽ മതാലി. ഇത് ഈ ഉദയചന്ദ്രൻ എന്ന് പറയുന്നത് ദുനിയാവ് ഒട്ടാകെ ഒന്നേ ഉള്ളൂ, അതല്ല ഉദയസ്ഥാനത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ഉദയചന്ദ്രൻ വ്യത്യാസപ്പെടുന്നുണ്ടോ? ഈ ഒരു തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തർക്കമാണിത്. വസ്സവാബ്, ശരിയായ നിലപാട് എന്താന്ന് ചോദിച്ചാൽ അന്നഹു യഖ്തലിഫു ബിഖ്തിലാഫിൽ മതാലി, ഉദയസ്ഥാനം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഉദയചന്ദ്രനും പിറവിയും വ്യത്യാസപ്പെടും. ഫമസലൻ ഇദാ കാനൽ ഹിലാൽ ഖദ് റുഅയ ബി മക്ക, ഉദാഹരണമായിട്ട് മക്കയിൽ മാസപ്പിറവി കണ്ടു. വകാന ഹാദൽ യൗമു ഹുവൽ യൗമു താസി, അങ്ങനെ മാസപ്പിറവി കണ്ട് ഇന്ന് മക്കയിൽ 9 വിചാരിക്കുക. വറുയ ഫി ബലദിൻ ആഖർ ഖബല മക്ക ബിയൗമീൻ, എന്നാൽ വേറൊരു നാട്ടിൽ മക്കക്കാർ കാണുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ മാസപ്പിറവി കണ്ടു. വകാന യൗമ അറഫ ഇൻദഹും അൽ യൗമുൽ ആശിർ, അപ്പോൾ അവരടുക്കൽ യൗമ അറഫ എന്ന് പറയുന്നത് മക്കക്കാർക്ക് പെരുന്നാളുള്ള ദിവസമായിരിക്കും. ഫൈനഹു ലാ യജൂസു ലഹും, ഇവർക്ക് പെരുന്നാളുള്ള ദിവസമായിരിക്കും അവിടെ ഉണ്ടാവുക, അവിടെ അറഫ നടക്കുക. ഫൈനഹു ലാ യജൂസു ലഹും അൻ യസൂമു ഹാദൽ യൗം, അപ്പൊ ഇവർക്ക് പെരുന്നാളിന്റെ അന്ന് നോമ്പ് വിൽക്കാൻ പറ്റുമോ? അതായത് നമുക്കിവിടെ ദുൽഹജ്ജ് 10 ആകുക, മക്കക്കാർക്ക് ഒരു ദിവസം മുമ്പിലായി പോയാൽ അവരെ ദുൽഹജ്ജ് 9 എന്തായിരിക്കും? നമ്മളെ പെരുന്നാളിന്റെ അന്നായിരിക്കും. പെരുന്നാളിന്റെ അന്ന് നോമ്പ് നോൽക്കാൻ ഹറാമല്ലേ? കാരണം ഫൈനഹു ലാ യജൂസു ലഹും അൻ യസൂമു ഹാദൽ യൗം ലിഅന്നഹു യൗമു ഈദ്, കാരണം പെരുന്നാൾ ആയതുകൊണ്ട് ഇവർക്ക് നോമ്പ് നോൽക്കാൻ അനുവദനീയമല്ല. വകദാലിക, അപ്രകാരം തന്നെ ലൗ ഖുദ്ദിറ അന്നഹു തഅഖറത് റുഅയതു അൻ മക്ക, എന്നാൽ പിറവി പിന്തിപ്പോയി, മക്കയിൽ നിന്നും വിട്ട് പിന്തി. വകാനൽ യൗമു താസിഉ ഫി മക്ക ഹുവ സാമിനു ഇൻദഹും, മക്കയിലുള്ള ദുൽഹജ്ജ് 9, മറ്റേ നാട്ടുകാരടുക്കൽ ദുൽഹജ്ജ് 8 ആയിരിക്കും. ഫഇന്നഹും യസൂമൂന യൗമ താസിഉ ഇൻദഹും അൽ മുവാഫിഖ് യൗമുൽ ആശിർ ഫി മക്ക. അങ്ങനെ വരുമ്പോൾ അവർ എന്തായിരിക്കുക? അവരടുക്കലുള്ള 9ാമത്തെ ദിവസം അവർ നോമ്പ് നോൽക്കുന്നത് എന്നായിരിക്കും? മക്കയിൽ 10നോട് യോജിച്ച ദിവസമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാകും. ഹാദാ ഹുവൽ ഖൗലു റാജിഹ്, ഇതാണ് പ്രബലമായ അഭിപ്രായം. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമു ഫഅഫ്തിറു, നിങ്ങൾ പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ പിറവി കണ്ടാൽ നോമ്പ് മുറിക്കുകയും ചെയ്യുക. വഹഉലാഇ അല്ലദീന ലം യുറ ഫീ ജിഹതിഹിം ലം യകൂനു യറൗനഹു, അതുകൊണ്ട് ഒരു കൂട്ടർ അവരുടെ ഭാഗത്ത് പിറവി കണ്ടിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾ അവർക്കിപ്പോ ഈ കണ്ടു എന്ന് പറയാൻ പറ്റുമോ? വേറെ എവിടെയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടാൽ എന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കണം, നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒരു കൂട്ടർ കണ്ടിട്ടില്ലെങ്കിൽ അവർ കണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വകമാ അന്നന്നാസ ബിൽ ഇജ്മാഇ യഅ്തബിറുന തുലൂ അൽ ഫജ്രി, മാത്രമല്ല ജനങ്ങളെല്ലാവരും ഐക്യകണ്ഠേന പരിഗണിക്കുന്ന കാര്യമാണ് തുലൂ അൽ ഫജ്രി വ ഗുറൂബി ശംസി ഫീ കുല്ലി മിൻതഖത്തിൻ ബിഹസ്ബിഹ, ഓരോ പ്രദേശത്തെയും അവിടുത്തെ ഉദയവും അവിടുത്തെ അസ്തമയവും നോക്കിയിട്ടാണ് അതാണ് പരിഗണിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ അത്താഴത്തിനും എല്ലാത്തിനും നമ്മൾ അവലംബിക്കുന്ന ഇവിടുത്തെ ഉദയത്തെയും അസ്തമയത്തെയുമാണ്. അപ്പൊ കദാലിക തൗഖീത്തു ശഹരി, അങ്ങനെ ഓരോ ദിവസവും അങ്ങനെയാണ് പരിഗണിക്കണമെങ്കിൽ അതുപോലെ തന്നെയാണ് മാസാടിസ്ഥാനത്തിലുള്ള കണക്ക് വെക്കലും. മാസാടിസ്ഥാനത്തിൽ സമയം കൂട്ടുമ്പോഴും അങ്ങനെ തന്നെ വ്യത്യാസം വരും. യകൂനു കത്തൗഖീത്തിൽ യൗമി, ദിവസത്തിലുള്ള സമയം കണക്കൂട്ടുന്നതിൽ വ്യത്യാസം വരുന്നത് പോലെ തന്നെ.
ഇത് ഷെയ്ഖിന്റെ വേറെയും പല ഫത്വകളിലും കാണാൻ സാധിക്കും. ഒരു ഫത്വ കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സൗദി എംബസിയിൽ, ഏതോ നാട്ടിലെ സൗദി എംബസിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ചോദ്യം ചോദിക്കുന്നത്. ഉഫീദ് ഫളീലതക്കും ബിഅന്നാ മിൻ മുവല്ലഫി സഫാറത്തി ഖാദിമിൽ ഹറമൈനി ശരീഫൈൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം. ഞങ്ങളിവിടെ റമളാന്റെ കാര്യത്തിലും അറഫാദിനത്തിന്റെ കാര്യത്തിലും ഞങ്ങളൊരു വിഷമം അനുഭവിക്കുന്നുണ്ട്. വഖദിൻഖസമൽ ഇഖ്വത്തു ഹുനാക ഇലാ സലാസത്തി അഖ്സാം. ഇവിടെയുള്ള ഞങ്ങള് ഈ വിഷയത്തിൽ 3 വിഭാഗമായിട്ടുണ്ട്. ഖിസ്മി യഖൂൽ, ഒരു വിഭാഗം പറയുന്നു നസൂം അൽ മംലക വ നുഫ്തിർ അൽ മംലക, നമ്മുടെ നാട്ട് സൗദിക്കൊപ്പം നോമ്പെടുക്കുകയും സൗദിക്കൊപ്പം നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യാം എന്ന് പറയുന്നൊരു വിഭാഗം. ഖിസ്മുൻ യഖൂൽ നസൂമു മഅ ദൗല അല്ലതി നഹ്നു ഫീഹാ വ നുഫ്തിർ മഅഹും. എന്നാൽ ഈ ഭാഗം പറയുന്ന അങ്ങനെയല്ല, നമ്മൾ ഏത് രാഷ്ട്രത്തിലാണോ ഉള്ളത് ആ രാഷ്ട്രക്കാരുടെ നോമ്പനുസരിച്ച് നോമ്പെടുക്കും, അവർ നോമ്പ് അവസാനിക്കുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. വഖിസ്മുൻ യഖൂൽ, മൂന്നാമത്തെ വിഭാഗം പറയുന്നത് നസൂമു മഅ ദൗലല്ലതി നഹ്നു ഫിഹാ റമളാൻ, റമളാൻ നോമ്പ് നമ്മൾ ഏത് രാഷ്ട്രത്തിലാണോ ഉള്ളത് അവർക്കൊപ്പം നോൽക്കാം. എന്നാൽ അമ്മ യൗമ അറഫ അറഫാ ദിവസത്തിലെ നോമ്പ് മഅൽ മംലക, അത് സൗദിയോടൊപ്പം നോൽക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു മറുപടി താങ്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം. കാരണം ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. ഷെയ്ഖിന്റെ മറുപടി ഇഖ്തലഫൽ ഉലമാഉ റഹിമഹുമുല്ലാ ഫീമാ ഇദാ റുഇയൽ ഹിലാൽ ഫീ മക്കാനിൻ മിൻ ബിലാദിൽ മുസ്ലിമീൻ ദൂന ഗൈരി. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട്. ഒരു മുസ്ലിം രാജ്യത്ത് ചന്ദ്രപ്പിറവി കണ്ടാൽ മറ്റു രാജ്യത്ത് കണ്ടതുമില്ല. എന്നാൽ ഹൽ യൽസമു ജമീഅൽ മുസ്ലിമീൻ അമലു ബിഹി, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ആ ലോകത്തെ എവിടെയോ ഒരു സ്ഥലത്ത് കണ്ടതനുസരിച്ച് പ്രവർത്തിക്കൽ നിർബന്ധമുണ്ടോ? അം ലാ യൽസമു, അതെല്ലാം നിർബന്ധമില്ലയോ? ഇല്ലാമൻ റഅഹു വമൻ വാഫഖഹു ഫിൽ മതാലി, ആ കണ്ടവർക്കും ആ കണ്ടവരോട് ഉദയസ്ഥാനത്തിൽ യോജിക്കുന്ന പ്രദേശക്കാർക്കും മാത്രമാണോ നിർബന്ധമായിട്ടുള്ളത്? ഔമൻ റഅഹു, അല്ലെങ്കിൽ വമൻ കാന മഅഹും തഹ്ത വിലായത്തിൻ വാഹിദ, അല്ലെങ്കിൽ കണ്ടവരും അവരോടൊപ്പം ഒരേ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നവരും അവർക്കും മാത്രമാണോ ബാധകമാവുക? അല അഖ്വാലി മുതഅദ്ദ, ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വഫീഹി ഖിലാഫുൻ ആഖർ, വേറെയും ചില ഭിന്നതകൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞ് ഷെയ്ഖ് വറാജിഹു അന്നഹു യുർജഉ ഇലാ അഹ്ലിൽ മഅരിഫ. ഈ വിഷയത്തിൽ ഉദയസ്ഥാനത്തെക്കുറിച്ചും അസ്തമയസ്ഥാനത്തെക്കുറിച്ചും ഗോളശാസ്ത്ര വിഷയങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് മടക്കണം. ഫൈൻ ഇത്തഫഖത്ത് മതാലിഉൽ ഹിലാലി ഫിൽ ബലദൈനി, ഈ 2 നാട്ടിലും ചന്ദ്രന്റെ ഉദയസ്ഥാനങ്ങൾ ഒരുമിച്ച് ഒത്തുവരുന്നതാണെങ്കിൽ, ഒരേ ഉദയസ്ഥാനത്താണെങ്കിൽ സാറാക്കൽ ബലദിൽ വാഹിദി, ആ 2 നാടും ഒരു നാട് പോലെ കണക്കാക്കണം. ഫൈദാ റുഇയ ഫി അഹദിഹിമാ സബത ഹുക്മുഹു ഫിൽ ആഖർ, ആ 2 നാട്ടിൽ എവിടെയെങ്കിലും ഒരിടത്ത് കണ്ടാൽ മറ്റേ നാട്ടിലും അതിന്റെ ഹുക്ം ബാധകമായിരിക്കും, 2 കൂട്ടരുടെയും ഉദയസ്ഥാനം ഒന്നാണെങ്കിൽ. അമ്മ ഇദഖ്തലഫത്തിൽ മതാലി, ഉദയസ്ഥാനങ്ങൾ വ്യത്യാസപ്പെട്ടാലോ ഫലികുല്ലി ബലദിന്റെ ഹുക്മു നഫ്സിഹി, ഓരോ നാട്ടിലും ആ നാട്ടിലെ ഹുക്കുമായിരിക്കും, വിധിയായിരിക്കും. വഹാദാ ഇഖ്തിയാർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല വഹുവ ളാഹിറുൽ കിതാബി വസ്സുന്ന വ മുഖ്തദൽ ഖിയാസ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ പ്രബലമായ അഭിപ്രായം ഇതാണ്, അദ്ദേഹം പ്രാബല്യം നൽകിയിട്ടുള്ള അഭിപ്രായം ഇതാണ്. മാത്രമല്ല ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രത്യക്ഷമായ ആശയവും ഖിയാസിന്റെ താല്പര്യവും ഇതാണ്. എന്നാൽ ഷെയ്ഖ് ഖുർആനിലുള്ള എന്താ, ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു ഫമഫ്ഹൂമുൽ ആയ അന്ന മൻ ലം യശഹദു ലം യൽസമുഹു സൗം, നിങ്ങളിൽ ആർ ആ മാസത്തിൽ ഹാജറുണ്ടോ അവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. അപ്പൊ ആ മാസത്തിൽ ഹാജറില്ലെങ്കിൽ അവർക്ക് എന്തില്ല, അവർക്ക് നോമ്പ് നിർബന്ധമല്ല. അപ്പൊ ആ മാസപ്പിറവി കണ്ടുകൊണ്ട് ആ മാസത്തിൽ ഹാജറുള്ളവർക്കാണ് അതെന്തായിട്ടുള്ളത്, ബാധകമായിട്ടുള്ളത്. ഇനി അമ്മ സുന്നത്തിലുള്ളത് ഫഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമൂഹു ഫസുമു, നിങ്ങൾ അതിനെ കണ്ടാൽ, പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക. വൈദാ റഅയ്തുമു, നിങ്ങൾ പിറവി കണ്ടാൽ ഫഅഫ്തിർ, നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യുക. മഫ്ഹൂമുൽ ഹദീസ്, ഈ ഹദീസിന്റെ ആശയം നേർക്കുനേരെയുള്ള ആശയം, ഇദാലം നറഹു, നാം കണ്ടിട്ടില്ലെങ്കിൽ ലം യൽസമി സൗം വലൽ ഫിത്ർ, നോമ്പ് നോൽക്കാനോ നോമ്പ് മുറിക്കാനോ നമുക്ക് ബാധ്യതയില്ല, നമുക്ക് നിർബന്ധമില്ല. അപ്പോൾ ഖുർആന്റെ ഹദീസിന്റെ പ്രത്യക്ഷാർത്ഥം അങ്ങനെ തന്നെയാണ് വരിക. നമ്മൾ കാണണം, നമ്മൾ അവിടെ ഹാജരുണ്ടാണെന്നേ വരിക, അത് നമ്മോട് യോജിച്ച ആ പ്രദേശത്തുള്ള ആരെങ്കിലും. വഅമ്മൽ ഖിയാസ്, ഇനി ഖിയാസ് ഫലി അന്നൽ ഇംസാക വൽ ഇഫ്താറ യുഅ്തബറാനി ഫീ കുല്ലി ബലദിൻ വാഹിദഹു, ഓരോ നാട്ടിലും നോമ്പ് പിടിക്കൽ അഥവാ അത്താഴം കഴിക്കലും നോമ്പ് മുറിക്കലും ആ നാട്ടിൽ മാത്രമായിട്ടുള്ള ഉദയാസ്തമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വമാ വാഫഖഹു മിനൽ മതാലി വൽ മഗാരിബ്, ഉണ്ടോ, ഉദയസ്ഥാനങ്ങളിലും അസ്തമയസ്ഥാനങ്ങളിലും അവരോട് യോജിക്കുന്നു, ആ ബലത്തിനനുസരിച്ചാണ് കണക്കാക്കുക. വഹാദാ മഹല്ലു ഇജ്മാ, അതിൽ ആർക്കും തർക്കമില്ല, ഏകകണ്ഠമായ അഭിപ്രായമുള്ള വിഷയമാണത്. ഫതറ അഹ്ല ശർഖി ആസിയ യുംസികൂന ഖബ്ല അഹ്ലി ഗർബിഹ, ഉദാഹരണമായിട്ട് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ആളുകൾ അവർ ആ
പടിഞ്ഞാറ് ഏഷ്യൻ രാജ്യങ്ങളെക്കാൾ മുമ്പ് നോമ്പ് പിടിക്കുന്നു. വയുഫ്തിറൂന ഖബലും, അവരെ മുമ്പ് നോമ്പ് തുറക്കുകയും ചെയ്യുന്നു. ലിഅന്നൽ ഫജ്റ യത്ലഉ ഹുലായിക ഖബല ഹൗലായി, കാരണം അവർക്ക് പ്രഭാതം ഉദിക്കുന്നത് ഇവർക്ക് ഉദിക്കുന്നതിന് മുമ്പാണ്. വകദാലിക ശംസു തഖറുബു അലാ ഹുലായിക ഖബല ഹൗലായി, അവർക്ക് സൂര്യൻ അസ്തമിക്കുന്ന ഇവർക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ്. വൈദാ കാന ഖദ് സബത ഹാദാ ഫിൽ ഇംസാകി വൽ ഇഫ്താർ, നോമ്പ് തുടങ്ങുന്നതിലും നോമ്പ് പിടിക്കുന്നതിലും നോമ്പ് മുറിക്കുന്നതിലും ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൽ യൗമിയ്യി, ഓരോ ദിവസവും, ഫല്യകുൻ കദാലിക ഫി സൗമിൽ ഇഫ്താരി ഷഹരി, എങ്കിൽ നോമ്പ് മുറിക്കുന്നതിലും നോമ്പ് തുറക്കുന്നതിലും ഒരു മാസത്തിൽ ഒന്നിച്ച് കണക്ക് കൂട്ടുകയാണെങ്കിലും അപ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. വലാ ഫർഖ, അന്ന് അതിൽ വ്യത്യാസമല്ല. അപ്പൊ ഓരോ ദിവസത്തെ നോമ്പിനും നമ്മൾ അവിടുത്തെ ഉദയവും അസ്തമയമാണ് കണക്കാക്കുന്നതെങ്കിൽ മാസത്തിലുണ്ടാകുന്ന ചന്ദ്രപ്പിറവിയും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള ചന്ദ്രപ്പിറവിയാണ് കണക്കിലാക്കേണ്ടത് എന്ന് ചുരുക്കം. വലാകിൻ ഇദാ കാനൽ ബുൽദാനു തഹത ഹുക്മി വാഹിദിൻ വഅമറ ഹാകിമുൽ ബിലാദി ബിസ്സൗം അവിൽ ഫിത്ർ വജബ ഇംതിസാലു അംരി, എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരേ ഭരണത്തിന് കീഴിലാണ്, ഭരണാധികാരി ഇന്ന ദിവസം നോമ്പാണ് അല്ലെങ്കിൽ ഇന്ന ദിവസം പെരുന്നാളാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കൽ ഇവർക്ക് നിർബന്ധമാണ്. ലിഅന്നൽ മസ്അല ഖിലാഫിയ്യ വഹുക്മുൽ ഹാകിം യർഫഉൽ ഖിലാഫ്, കാരണം ഇത് ഖിലാഫിയായ അഭിപ്രായ ഭിന്നതയുള്ള ഒരു മസ്അലയാണ്. അവിടെ ഹാക്കിമിന്റെ തീരുമാനം വന്നാൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതാവും. വബിനാഅൻ അലാ ഹാദ, ഇത്രയും വിവരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൂമു വഅഫ്തിറു കമാ യസൂമു വയുഫ്തിർ അഹ്ലുൽ ബലദില്ലദി അൻതും ഫീ, കണ്ടോ, എംബസിക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് നാട്ടിലാണോ അവിടുത്തെ ആൾ നോമ്പെടുക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളും നോമ്പെടുക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്യുക. അൻതും ഫീഹി സവാ, കണ്ടോ, അഹ്ലുൽ ബലദില്ലദി അൻതും ഫീ സവാഉൻ വാഫഖ ബലദകുൽ അസ്ലി ഔ ഖാലഫു, നിങ്ങളെ നാടിനോട് സൗദിയോട് അത് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും. വകദാലിക യൗമ അറഫ, അതുപോലെ തന്നെ അറഫ ദിവസത്തിന്റെ കാര്യത്തിൽ ഇത്തബിഉൽ ബലദല്ലദി അൻതും ഫീഹി, നിങ്ങൾ ഏതൊരു നാട്ടിലാണോ ആ നാട്ടിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അവിടുത്തെ ദുൽഹജ്ജ് 9 എന്നാണോ അതിനെ പിന്തുടരുക. ഇത് 28/8/1420 കൊടുത്തിട്ടുള്ള ഫത്വയാണ്. ഷെയ്ഖിന്റെ ഫത്വ സമാഹാരം 19-ാമത്തെ മുജല്ലദ്, അതിൽ 39, 40, 41 പേജുകളിലാണ് ഇതുള്ളത്. ഇങ്ങനെ പല ഫത്വകളും ഷെയ്ഖിൻ്റെതായി കണ്ടിട്ടുണ്ട്. വേറെ ലജ്നയുടെ ഫത്വകളിലും ഇതിലേക്ക് പ്രാബല്യം നൽകുന്ന ഫത്വകളുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ഇവിടെ ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന കാര്യം നാം മനസ്സിലാക്കുക. ഇനി ആരെങ്കിലും ഒരാൾ ഇങ്ങനെ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പെടുക്കേണ്ടത് എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ അയാളോട് ഇവിടെ വാദപ്രതിവാദത്തിനൊന്നും പോകേണ്ടതില്ല. ഇതൊരു ഇജ്തിഹാദിയായ വിഷയമാണ്, ഒരു കർമ്മശാസ്ത്രപരമായ വിഷയമാണ്. അവരങ്ങനെ നോറ്റുകൊള്ളട്ടെ, നമ്മൾ നമ്മുടെ സൂക്ഷ്മതയ്ക്ക് ഇങ്ങനെ ചെയ്യുക. ഇത്ര മാത്രമാണ് ഈ സംബന്ധമായിട്ട് ഉലമാക്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.